പ്രാർത്ഥിച്ചും കർത്താവ് നൽകുന്ന വചനത്തിൻ്റെ പിറകെ അന്വേഷിച്ചും അതിൻ്റെ അനുഭവതലങ്ങളെ ഓർത്തും ഒക്കെ നിരന്തരമായ ഒരു ഉടമ്പടി ദൈവസാന്നിധ്യ സ്മരണയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉടമ്പടിക്കാലത്ത് ഒരു ഉടമ്പടി സാന്നിധ്യ സ്മരണയിൽ ജീവിക്കണം. ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയണത്, ഇവിടുന്ന് ഉടമ്പടി ചെയ്തു പോകുമ്പോൾ പിന്നീട് നിങ്ങൾ വേവലാതി കൊള്ളുന്നതും നിങ്ങൾ ഇമ്മേഴ്സ്ഡ് ആകണതും എത്ര ശതമാനം നിങ്ങൾക്ക് ദൈവമായിട്ട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവും ബോധവുമുണ്ട്. അതാണ് എൻ്റെ വിഷയം. അത് ശരിക്കും കാര്യം ഉടമ്പടിയെ ചിലപ്പോൾ മറ്റ് ജീവിത സാഹചര്യങ്ങളും സന്തോഷമായാലും സങ്കടമായാലും ഉത്കണ്ഠയായാലും മറ്റ് വൈകാരിക സാഹചര്യങ്ങൾ ഉടമ്പടിയെ വിഴുങ്ങുന്നൊരവസ്ഥ വരികയും ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്, ഞാൻ ദൈവവുമായിട്ട് ഉടമ്പടി ജീവിക്കുകയാണ് എന്നുള്ളൊരു ബോധമാണത്. ആ ബോധം ശരിക്കും ആദ്യ 90 ദിവസം മുഴുവനും ആ ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ബോധം ഉണ്ടാകണമെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ്, ഞാനും ഉടമ്പടി. നമുക്കറിയാം, മറ്റ് പ്രെയർ ചെയ്യുന്ന പോലെ ഡംപ് ആൻഡ് ഗോ അല്ല ഇവിടെ. ഡംപ് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോയി തിരികെത്തിക്കുന്നു, ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നു, പിന്നെ അത് നമ്മൾ മറന്നു കളയുന്നു, അല്ലേ? നമ്മളൊരു സ്ഥലത്ത് പോയി നൊവേന കൂടുന്നു, ആ സമയത്ത് കുറേ പാട്ടൊക്കെ പാടുന്നു, നമ്മൾ അടുത്ത വണ്ടി കയറി പോകുന്നു. പിന്നെ നമ്മൾ ഓർക്കണത് അടുത്ത ചൊവ്വാഴ്ച വ്യാഴാഴ്ച ആകുമ്പോഴാണ്, അയ്യോ ഇന്ന് നൊവേന ദിവസമാണല്ലോ എന്ന് ഓർക്കണത്. ഇത് ഒരവസ്ഥയാണ് ഉടമ്പടിക്കുള്ളതെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. കാര്യം എന്താ? ഉടമ്പടി എപ്പോഴും അറിയാം, ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ റിലേഷൻ. ദൈവമായിട്ട് ഒരു ഉഭയകക്ഷി ജീവിത അവസ്ഥയിലാണ് നമ്മൾ. അപ്പോഴും അതിനൊരു ലീവോ ഒന്നുമില്ല, അതിനൊരു ഫ്രീ ടൈം പോലുമില്ല. ഉടമ്പടിക്കൊരു ഫ്രീ ടൈം. ഇപ്പോൾ ക്ലാസ്സാണ്, ക്ലാസ്സിന് സ്വാഭാവികമായിട്ടൊരു ഫ്രീ ടൈം ഉണ്ടാകത്തില്ല, ഇൻ്റർവെൽ എന്ന് പറയത്തില്ലേ. പക്ഷെ ഉടമ്പടിക്ക് ഇൻ്റർവെല്ലില്ല. കാര്യം ഉടമ്പടിയിൽ എങ്ങനെ ഇൻ്റർവെൽ വെക്കാൻ പറ്റും? നിങ്ങൾ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ നിമിഷങ്ങളും തന്നെ നിങ്ങളെ വാക്ക്, പ്രവൃത്തി, വിചാരം, സാക്ഷ്യം അതെല്ലാം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ്. ഒരുപക്ഷെ സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നെ കരുത്താണെന്നറിയാവോ? സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നെ കരുത്താ. ആ കരുത്ത് കാണണമെങ്കിൽ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം. റോഷൻ എന്നും പറഞ്ഞൊരാണ്, യാക്കോബ സഹോദരനാണ്, കോട്ടയത്ത് നിന്ന്. അതായത് റോഷൻ്റെ സാക്ഷ്യം. റോഷനും ഉണ്ടായ ഒരു കുഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ റോഷനൊരു ഫീല് ചെയ്തില്ല. എന്താ അദ്ദേഹം സാക്ഷ്യത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അത് മാതാവ് തന്ന കുഞ്ഞല്ലേ എന്നാണ് പറയണത്. അപ്പം ഹീസ് കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. അതായത് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. ഇതുപോലെ ഓരോ സമയത്തും ഉടമ്പടി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മ വന്നാൽ പോരാ. ഓർമ്മയെ പോസിറ്റീവായിട്ട് വരണം. ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് വരേണ്ടത്. അങ്ങനെ ഒരു കാര്യം എനിക്ക് പലപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്, ഉടമ്പടി ഒരു ഫങ്ഷനല്ല, ഉടമ്പടി ഒരു ഫീലിംഗ് ആണ് ശരിക്കും. ഇതാണ് വ്യത്യാസം. എപ്പോഴും ആ ഫീലിംഗ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉടമ്പടി ഒരു ഫങ്ഷനാണെങ്കിൽ ആ ഫങ്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആണ്. ഫീലിംഗ് ആണെങ്കിൽ ഫീലിങ്ങിൽ നമ്മൾ ഫ്രീ അല്ല. ആ വ്യത്യാസം അതാണ്. ഇപ്പം നമ്മുടെ അപ്പൻ മരിച്ചു, അതൊരു ഫീലിംഗ് ആണ്, നമ്മൾ ഫ്രീ അല്ല. ആ ദുഃഖം നമുക്കങ്ങ് നിൽക്കുന്നോ? അതിനേക്കാൾ തീവ്രമായ എന്തെങ്കിലും ബന്ധങ്ങളുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് നമുക്ക് മിസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ഫീലിംഗ്, ഇറ്റ്സ് നോട്ട് എ ഫങ്ഷൻ. അപ്പൻ്റെ മരണം ഒരു ഫങ്ഷനാണോ? അല്ല, അതൊരു ഫീലിംഗ്. ഉടമ്പടി ഒരു ഫങ്ഷനാണോ? അല്ല, ഇറ്റ്സ് എ ഫീലിംഗ്.
അതുകൊണ്ട് ആ ഫീലിങ്ങിന് ഇൻ്റർവെല്ലില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ഒരു ബോധമാണെന്ന്, ആ ബോധം ഒരു നിലനിൽപ്പിന്റെ വികാരമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപയാൽ എന്നെ നിറക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. നിബന്ധനകൾ പാലിച്ച് ദൈവസ്നേഹം വർദ്ധിപ്പിച്ച് നിങ്ങളെ സാക്ഷികളായി ഉടമ്പടി ധ്യാനത്തിലൂടെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമിൽ ജീവനും സ്നേഹവുമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും